ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കുറച്ച് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അനിയൻ കട്ടൽ മുകളിൽ കയറിയിട്ട് ഒരു ഫോൺ ഷെയ്ക്കാവുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായിട്ട് എല്ലാവരും റെഡിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ കുറച്ച് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പുറത്തിറങ്ങിയത്. അങ്ങനെ പുറത്തിറങ്ങി ഈ കാണുന്ന സ്പോട്ടിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്പോട്ടാണ്. കാരണം ഇവിടെ ഫോട്ടോ എടുക്കാനായിക്കോട്ടെ നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട സ്ഥലമാണ്. അതിനുശേഷം നമ്മൾ ആദ്യം പോയിട്ടുള്ളത് വില്ലേജ് ഓഫീസിലേട്ടാണ് കേട്ടോ. അതായത് എൻ്റെ മൂത്തനെ +1 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവനൊരു SWS എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എന്തോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പർ എന്തോ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടോ. അതിനുശേഷം നമ്മൾ അക്ഷയയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവന് 3rd അലോട്ട്മെൻ്റ് ആയിട്ടും അവന് വന്നിട്ടില്ല കേട്ടോ. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. 3rd അലോട്ട്മെൻ്റ് ആയിട്ടും അവന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സപ്ലിമെൻ്ററി എന്താ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അക്ഷയയിലോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം പോയിട്ടുള്ളത് പാലക്കാടുള്ള മിഷൻ സ്കൂൾ ഓപ്പോസിറ്റുള്ള നൈറ്റ് ലൈഫിലോട്ടാണ് കേട്ടോ പോയത്. വേറെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. പോയി ചുമ്മാ ഞങ്ങളവിടെ ഫോട്ടോസ് എടുക്കാനൊക്കെ വീഡിയോസ് ഇങ്ങനെ പ്ലേസൊക്കെ നോക്കാനായിട്ട് പോയതാണ്. ഏകദേശം നൈറ്റ് ലൈഫ് വന്നിട്ട് കുറേ ആയി. പക്ഷേ ഞാൻ പോകുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഈ സാധനത്തിനെ കൊണ്ടുപോയാലില്ല എനിക്ക് എവിടെ പോയാലും സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇവൻ കാണിക്കാത്ത കുരുത്തക്കില്ല. അങ്ങനെ ഇവൻ ഈ ചെറിയ കുട്ടികൾ കളിക്കുന്നതിലൊക്കെ കയറി കളിച്ചപ്പോൾ അടുത്ത ചേച്ചി ചെറുതായിട്ടൊന്ന് ചീത്ത പറഞ്ഞു കേട്ടോ. പക്ഷെ അവൻ്റെ കുട്ടിക്കളി മാറിയിട്ടില്ല ഗൈസ്. അങ്ങനെ അവൻ പൊട്ടു എന്നൊക്കെ നോക്കുക. അവൻ കയറി കഴിഞ്ഞാൽ പൊട്ടു എന്നൊക്കെ നോക്കിയിട്ടാണ് കയറുന്നത്. അങ്ങനെ ഫുള്ളവൻ ഡ്രസ്സൊക്കെ ചളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് മഴ പെയ്തിട്ടാണ് ഫുള്ള് ചളിയായിരുന്നു കേട്ടോ. ഫുള്ളവൻ ഡ്രസ്സൊക്കെ ചളിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തിലോട്ടൊക്കെ പോയി അവിടുത്തെ എല്ലാ ചെറിയ ചെറിയ സംഭവത്തിലൊക്കെ കയറി. ഇവനാണെങ്കിൽ ഒന്നും കാണാത്ത പോലെ കേട്ടോ കാണിക്കുന്നത്. എന്താ പറയുക, ഊഞ്ഞാലൊന്നും ഇതുവരെ ലൈഫിൽ കാണാത്ത പോലെ കിടന്നൊക്കെ എല്ലാത്തിലും കയറി ഇറങ്ങിയായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എനിക്കൊന്ന് ഇരുന്നാൽ മതി എന്നായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു മുട്ട പൊരിച്ച അങ്ങനെ എന്തോ മുട്ട കൊണ്ട് ഇങ്ങനെ എന്തോ കഴിച്ചു. അവൻ മാങ്ങ കഴിച്ചു. എനിക്കാണെങ്കിൽ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കൊതിപ്പിക്കുകയാണ്, മാങ്ങ വേണം കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഈ സാധനത്തിലിരുന്നിട്ടാണ് ആടിക്കൊണ്ട് തോന്നുന്നത്. ശരിക്കും ഇതിലൊക്കെ കളിക്കുമ്പോൾ ആ ഒരു ചെറുപ്പത്തെ ആ ഒരു ഫീലൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും മാങ്ങ വാങ്ങിച്ചു. അങ്ങനെ ഇവനെ കൊതിപ്പിച്ചപ്പോൾ ഞാൻ വിടത്തില്ല. അങ്ങനെ ഞാൻ മാങ്ങ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അച്ഛനൊരു സ്ഥലം വരെ പോകണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ പോയിട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ പച്ചക്കറി വാങ്ങാനായിട്ട് ഷോപ്പിലോട്ട് കയറി കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. തിരിച്ച് വീട്ടിലോട്ട് വന്നത് ഈ കാണുന്നില്ല. ഇത് ഞാൻ കാട്ടിക്കൂട്ടിയ പരിപാടിയുണ്ട്. മുടി വെട്ടിയത് സംഭവം വേറെ എന്തോ ആയിപ്പോയി. അങ്ങനെ ദൈവന് വരുമ്പം കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇത് എൻ്റെ ചെറിയ അനിയനാണ് കേട്ടോ. അപ്പോൾ ഇവന് വരുമ്പോൾ കേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അച്ഛൻ്റെ ഈ ഒരു സാധനം എടുത്ത് വെച്ചായിരുന്നു. ഇതെന്താ സംഭവം എന്നറിയില്ല. ഇത് കുടിച്ചതിന് എനർജി കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ വലുതായിട്ടും തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അത്ര നല്ലതല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഇതിൽ ഭയങ്കര കെമിക്കലും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് നല്ല എസൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കുടിച്ചു. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് 3 അടിയായിരുന്നു കേട്ടോ. ഒരു റീസണും ഇല്ല, എങ്കിലും 3 അടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ പേര് എന്തായിരുന്നു, സ്റ്റിങ് എനർജി എന്നോ അങ്ങനെ എന്തായിരുന്നു കേട്ടോ. എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഈ മുടിയൊക്കെ വേച്ചിട്ടിട്ട് ഞാൻ പുറത്ത് പോയതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് ആ മുടി കഴിച്ചിട്ട് മേലോട്ട് കെട്ടി വെക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ, അപ്പം എന്തൊരു സമാധാനം എന്നറിയോ. അങ്ങനെ ശേഷം ഫുഡൊന്ന് കേട്ടപ്പോൾ ഞാൻ ഫുഡിലോട്ട് പോയി ഫുഡ് കഴിക്കാനിരുന്നു. കാരണം ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയും പിന്നെ എല്ലാം കൂടെ ക്ഷീണമൊക്കെ ആയിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായി ഇരുന്നു. ഇനിയിപ്പം വേറെ നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഞാനൊന്ന് ബാക്കിലോട്ട് പോയതായിരുന്നു കേട്ടോ. കാരണം ബാക്കിൽ ആംബിയൻസൊക്കെ സൂപ്പറാണ്. അവിടെ പണി നടക്കുന്നുണ്ട്, മതിലെന്തോ കെട്ടുന്നുണ്ട്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ ബാക്കിൽ. പക്ഷെ ആ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടുത്തെ സംഭവമൊന്നും കാണാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. എങ്കിലും നമ്മളത് മാനേജ് ചെയ്തിരിക്കുന്നു. പിന്നെന്താ, വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഹെയർ ഓയിലിൽ നമ്മൾ വീണ്ടും റീബാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും പുതിയൊരു ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹെയർ ഓയിൽ വേണ്ടവർ എന്തായാലും നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ.